നമസ്കാരം. വാർത്തകളും വിശേഷങ്ങളുമായി സൗത്ത് വിഷൻ ന്യൂസിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാന സംഭവ വികാസങ്ങളിലേക്ക്. ആലപ്പുഴ ജില്ലയിലെ നെല്ല് സംഭരണത്തിൽ സംസ്ഥാന സർക്കാരിന്റെ നേരിട്ടുള്ള ഇടപെടൽ. മന്ത്രി പി പ്രസാദ് നേരിട്ടെത്തി നെല്ല് സംഭരണത്തിന് തുടക്കമിട്ടു. ഓയിൽ പാം ഇന്ത്യ ലിമിറ്റഡ് മുഖേനയുള്ള നെല്ല് സംഭരണത്തിനും തുടക്കം കുറിച്ചു. നാട്ടുചികിത്സയുടെ മറവിൽ തട്ടിപ്പ്. സംഭവത്തിൽ വ്യാജ നാട്ടുവൈദ്യനെ തേടി പോലീസ്. കല്ലുംതാഴം സ്വദേശിയാണ് പരാതിയുമായി രംഗത്തെത്തിയത്. CPI പുനലൂർ മണ്ഡലം സമ്മേളനം 20-ന് തുടങ്ങും. 20-ന് കൊടിമര, ബാനർ, പതാക ജാഥകൾ നടക്കും. 23, 24 തീയതികൾ പ്രതിനിധി സമ്മേളനം. ജനാധിപത്യ മഹിളാ അസോസിയേഷൻ പ്രചാരണ ജാഥയ്ക്ക് തുടക്കം. ലഹരിക്കും സാമൂഹ്യ ജീർണതയ്ക്കും വർഗീയതയ്ക്കുമെതിരെയാണ് പ്രചാരണ ജാഥ. കരുനാഗപ്പള്ളി ഏരിയ കമ്മിറ്റിയാണ് ജാഥ നടത്തുന്നത്. വിശദമായ വാർത്തകളിലേക്ക്. ആലപ്പുഴ ജില്ലയിലെ നെല്ല് സംഭരണത്തിൽ സംസ്ഥാന സർക്കാരിന്റെ നേരിട്ടുള്ള ഇടപെടൽ. മന്ത്രി പി പ്രസാദ് നേരിട്ടെത്തിയാണ് നെല്ല് സംഭരണത്തിന് തുടക്കമിട്ടത്. ഓയിൽ പാം ഇന്ത്യ ലിമിറ്റഡ് മുഖേനയുള്ള നെല്ല് സംഭരണത്തിനും തുടക്കം കുറിച്ചു. കുട്ടനാട്ടിൽ ഉപ്പുവെള്ളം കയറിയും അത്യുഷ്ണം മൂലവും വിളവും ഗുണനിലവാരവും കുറഞ്ഞതിനാൽ സപ്ലൈകോ മുഖാന്തിരം നെല്ലെടുപ്പ് പ്രതിസന്ധിയിലായ പാടങ്ങളിൽ നിന്ന് കൃഷി വകുപ്പിന്റെ നേതൃത്വത്തിൽ നെല്ല് സംഭരിക്കുന്ന നടപടിയാണ് ആരംഭിച്ചത്. കുട്ടനാട്ടിൽ ഉപ്പുവെള്ളം കയറിയും അത്യുഷ്ണം മൂലവും വിളവും ഗുണനിലവാരവും കുറഞ്ഞതിനാൽ സപ്ലൈകോ മുഖാന്തിരം നെല്ലെടുപ്പ് പ്രതിസന്ധിയിലായ പാടങ്ങളിലാണ് കൃഷിവകുപ്പിന്റെ നേതൃത്വത്തിൽ നെല്ല് സംഭരിക്കുന്ന നടപടി ആരംഭിച്ചത്. ഓയിൽ പാം ഇന്ത്യ ലിമിറ്റഡ് മുഖേനയാണ് നെല്ല് സംഭരണം. അമ്പലപ്പുഴ വടക്കു പഞ്ചായത്തിലെ കാട്ടുകോണം, കോലടിക്കാട് പാടങ്ങളിൽ നിന്നാണ് കൃഷിവകുപ്പിന്റെ നേതൃത്വത്തിൽ ഓയിൽ പാം ഇന്ത്യ ലിമിറ്റഡ് മുഖേന നെല്ല് സംഭരണം ആരംഭിച്ചത്. മന്ത്രി പി പ്രസാദ് നേരിട്ടെത്തി സംഭരണത്തിന് നേതൃത്വം നൽകി. കർഷകർക്ക് എല്ലാ സഹായവും പിന്തുണയും മന്ത്രി ഉറപ്പാക്കി. തുടക്കത്തിൽ 450 ടൺ നെല്ലാണ് സംഭരിക്കുക. ഇതിലേക്കായി 3 കോടി രൂപ കൃഷിവകുപ്പിന് പ്രത്യേക പാക്കേജായി സർക്കാർ അനുവദിച്ചിട്ടുണ്ട്. നെല്ലെടുക്കുമ്പോൾ കർഷകർക്കുള്ള നെൽവില നെല്ലിന്റെ ഗുണനിലവാരത്തിന് ആനുപാതികമായി കർഷകരുടെ അക്കൗണ്ടിലേക്ക് കൃഷിവകുപ്പ് നൽകും. കുട്ടനാട്ടിലെ ചില പാടശേഖരങ്ങളിൽ ഉപ്പുവെള്ളം കയറിയതിനെ തുടർന്ന് നെല്ലിന്റെ ഗുണനിലവാരത്തിൽ കുറവ് സംഭവിച്ചതിനാൽ നെല്ല് സംഭരിക്കുന്നത് പ്രയാസമായി മാറി. സപ്ലൈകോയുമായി സംഭരണത്തിന് കരാറിലേർപ്പെട്ട മില്ലുകൾ ഈ നെല്ല് സംഭരിക്കാൻ തയ്യാറാകാതിരുന്നതിനെ തുടർന്ന് മന്ത്രിസഭ വിഷയം ചർച്ച ചെയ്തു. മില്ലുകൾ പിന്മാറിയ സാഹചര്യത്തിൽ കർഷകർക്കുണ്ടായ ബുദ്ധിമുട്ട് പരിഹരിക്കാൻ കൃഷിവകുപ്പ് നേരിട്ട് നെല്ല് സംഭരിക്കാൻ തീരുമാനിക്കുകയായിരുന്നെന്ന് മന്ത്രി പറഞ്ഞു. ശാശ്വതമായ പരിഹാരമാണ് ഈ വേണ്ടത്. ഓരോ തവണയും മില്ലുകാരൻ്റെ പുറകെ പോയി നിന്നിട്ട് നമ്മൾ പോയി നിൽക്കുകയാണ് ഇതെല്ലാം ഉത്പാദിപ്പിച്ചിട്ട്. അതൊരു ശാശ്വതമായ പരിഹാരം ഉണ്ടാവേണ്ട ആവശ്യമാണ്. കുട്ടനാട്ടിൽ ഇപ്പോൾ സെൻറ്ററിൽ നമ്മോട് പറഞ്ഞൊക്കെ ചില ഇതിൻ്റെ പേരിലെല്ലാം നിയന്ത്രണങ്ങൾ കൊണ്ടുവരാൻ പോകണം. അവർ ഈ പാടി പ്രൊക്യൂർമെൻറ്റ് സെൻ്ററൊക്കെ വേണമെന്നൊക്കെയാണ് പറയുന്നതല്ല. അപ്പോൾ നമ്മളും അതിനെക്കുറിച്ച് ഇന്നല്ലെങ്കിൽ നാളെ ആയാലും അത് ചെയ്യേണ്ടി വരും. ഒരു കർശനമായ നിയന്ത്രണത്തിലേക്ക് വരുന്ന അവസരത്തിൽ ഇപ്പോൾ നമ്മൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇനി കർശനമാകുമ്പോൾ വേണം. സപ്ലൈകോയുടെയും കൃഷിവകുപ്പിന്റെയും പ്രതിനിധികൾ ചേർന്നായിരിക്കും സംഭരിക്കേണ്ട നെല്ലിന്റെ ഗുണനിലവാരം ഉറപ്പുവരുത്തുക. ഇത്തരത്തിൽ ശേഖരിക്കുന്ന നെല്ല് വിപണി സാധ്യതകളുള്ള ഉപോൽപ്പന്നങ്ങളാക്കുന്നതിനും ബാക്കിയുള്ളവ ലേലം ചെയ്യുന്നതിനുമാണ് നിർദ്ദേശം നൽകിയിട്ടുള്ളത്. നിശ്ചയിക്കുന്ന സംഭരണ വില കർഷകന്റെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് കൈമാറുന്നതിന് ആലപ്പുഴ പ്രിൻസിപ്പൽ കൃഷി ഓഫീസറെ ചുമതലപ്പെടുത്തി. ന്യൂസ് ബ്യൂറോ, ആലപ്പുഴ. നാട്ടുചികിത്സയുടെ മറവിൽ തട്ടിപ്പ്. സംഭവത്തിൽ വ്യാജ നാട്ടുവൈദ്യനെ തേടി പോലീസ്. കല്ലുംതാഴം സ്വദേശിയാണ് ഇത് സംബന്ധിച്ച് പരാതിയുമായി രംഗത്തെത്തിയത്. വ്യാജവൈദ്യൻ ഉത്തരേന്ത്യൻ സ്വദേശിയാണെന്നാണ് സൂചന. കൊല്ലം കേരളപുരത്ത് തമ്പടിച്ചാണ് ഇയാൾ തട്ടിപ്പ് നടത്തിയത്. ആരെയും പറ്റിക്കാൻ പാടില്ല. നമ്മൾക്ക് പറ്റിയത് ഓക്കെ. ഇനി ആരെങ്കിലും കേരളത്തിൽ പറ്റിക്കുന്നെങ്കിൽ അതിനൊരു വിലങ്ങ് ഇടുക. കല്ലുംതാഴം ST മൻസിലിൽ ഷംസുദ്ദീനാണ് വ്യാജവൈദ്യനെതിരെ പരാതിയുമായി എത്തിയത്. വ്യാജവൈദ്യൻ ഉത്തരേന്ത്യക്കാരനാണെന്നാണ് സൂചന. മുട്ടുവേദനയ്ക്കും നാഡീഞരമ്പുകൾക്കും ഉണ്ടാകുന്ന അസ്വസ്ഥതകൾക്കും വേദന സംഹാരിയായി വ്യാജവൈദ്യൻ നൽകി വരുന്ന മരുന്ന് ഫലപ്രദമായിരുന്നുവെന്നാണ് അനുഭവസ്ഥർ പറയുന്നത്. 3 മാസം തുടർച്ചയായി മരുന്ന് ഉപയോഗിച്ചാൽ ഫലം കാണുന്നതോടെ രോഗികൾ ഇയാളുടെ വലയിൽ വീഴും. എന്നാൽ 3 മാസം കഴിഞ്ഞാൽ രോഗം പൂർവ്വസ്ഥിതിയിലുമാകും. തുടർന്ന് രോഗികൾ ഇയാളെ മരുന്നിനായി സമീപിച്ചപ്പോൾ 3 മാസത്തെ തുക ഒന്നിച്ചു വാങ്ങി. ഇത്തരത്തിൽ ലഭിച്ച വൻ തുകയുമായാണ് ഇയാൾ കടന്നു കളഞ്ഞതെന്നാണ് പരാതി. 3 മാസങ്ങൾക്ക് മുമ്പ് ഇങ്ങനെ ഒരു വൈദ്യർ ഇവിടെ വന്നിട്ട് നാടി ഇടിച്ചുള്ള ചികിത്സയാണെന്ന് പറഞ്ഞു ഇങ്ങനെ വന്നു. അപ്പോൾ ഞാൻ എനിക്കും എൻ്റെ വൈഫിനെയും ഇങ്ങനെ കാണിച്ചപ്പോഴത്തേക്ക് അവൻ കുറേ സാധനങ്ങളൊക്കെ തന്നപ്പോഴത്തേക്ക് മരുന്നൊക്കെ കൊണ്ടുവന്നപ്പോഴത്തേക്ക് അത്
നമുക്ക് ഒരുപാട് ഭേദമായിട്ട് തോന്നി. അങ്ങനെ രണ്ടാമതും മൂന്നാമതും ഒക്കെ കുറച്ച് പൈസ കൂടി കൂട്ടി 4,000 10,000 ഒക്കെ മേടിച്ച് നമ്മുടെ കുഞ്ഞിൻ്റെ അസുഖം കുറയട്ടെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ കൊടുത്തത്. പക്ഷേ ഇത് കണ്ടിട്ട് പലരെയും കയ്യിൽ നിന്ന് കാശ് 50,000 ഒക്കെ മേടിച്ചവരുണ്ട്. പക്ഷേ ഇപ്പോൾ അവൻ പൊളിച്ചിട്ട് ഫോണും എടുക്കുന്നില്ല, ഒന്നും എടുക്കുന്നില്ല. കേരളപുരത്താണ് ഇയാൾ തമ്പടിച്ചിരുന്നത്. തിരുവനന്തപുരം മുതൽ കരുനാഗപ്പള്ളി വരെ ഇയാൾ തട്ടിപ്പ് നടത്തി വന്നിരുന്നതായി വിവരമുണ്ട്. ഇയാൾ ഹൈദരാബാദ് സ്വദേശിയാണെന്നും പറയുന്നുണ്ട്. അവൻ കർണാടകക്കാരനാണെന്നാണ് പറഞ്ഞത്. ഇവിടെ കേരളപുരത്താണ് താമസമെന്ന് പറഞ്ഞു. ഇപ്പം കേരളപുരത്ത് അങ്ങനെ ഒരു സാറ് പോയി അന്വേഷിച്ചപ്പോൾ അവിടെ അങ്ങനെ ഒരു പാർട്ടി വിളിച്ചിട്ടിപ്പം 1.5 മാസം കൊണ്ട് ഫോണും എടുക്കുന്നു. അപ്പം നമുക്കൊരു സംശയം, അതുകൊണ്ടാണ് ഇപ്പം ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാനായിട്ട് വന്നത്. ന്യൂസ് ബ്യൂറോ, കൊല്ലം. മഹിളാ അസോസിയേഷൻ പ്രചാരണ ജാഥയ്ക്ക് തുടക്കമായി. ലഹരിക്കും സാമൂഹ്യ ജീർണതയ്ക്കും വർഗീയതയ്ക്കുമെതിരെ ജനാധിപത്യ മഹിളാ അസോസിയേഷനാണ് പ്രചാരണ ജാഥ സംഘടിപ്പിച്ചിട്ടുള്ളത്. കരുനാഗപ്പള്ളി ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ജാഥ നടത്തുന്നത്. ലഹരിക്കും സാമൂഹ്യ ജീർണതയ്ക്കും വർഗീയതയ്ക്കുമെതിരെ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ കരുനാഗപ്പള്ളി ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന പ്രചരണ ജാഥയ്ക്കാണ് തുടക്കമായത്. കരുനാഗപ്പള്ളി വെസ്റ്റ് മേഖലയിലെ ചരമുറി ജംഗ്ഷനിൽ സംസ്ഥാന പ്രസിഡന്റ് സൂസൻ കോടി ജാഥ ഉദ്ഘാടനം ചെയ്തു. അത് 21% കുഞ്ഞുങ്ങൾ ഇന്ത്യയിലാണ്. പട്ടിണി മരണം കൊണ്ട് ലോകത്ത് ഒരുപാട് കുഞ്ഞുങ്ങൾ മരിക്കുന്നുണ്ട്. ഇപ്പൊ ഗാസയിൽ തന്നെ എത്രയോ കാലമായി യുദ്ധം നടക്കുകയാണ്. ഒരു നേരത്തെ ആഹാരത്തിന് മാർഗമില്ലാതെ ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി കുഞ്ഞുങ്ങൾ കലപിടി കൂടുന്നത്, ക്യാമ്പിന്റെ മുമ്പിൽ ക്യൂ നിൽക്കുന്നത് നമ്മൾ കാണുകയാണ്. അവരുടെ ദൈന്യതയാർന്ന മുഖം നമ്മുടെ മനസ്സിൽ നിൽക്കുകയാണ്. അങ്ങനെയുള്ള ലോകത്തെ ഒരുപാട് രാജ്യങ്ങളുണ്ട്. പക്ഷെ ഇന്ത്യയിൽ ലോകത്തെ ഏറ്റവും കൂടുതൽ പട്ടിണി കൊണ്ട് മരിക്കുന്ന 5 വയസ്സിൽ താഴെയുള്ള കുഞ്ഞുങ്ങളുടെ കണക്കെടുത്താൽ അത് 21% കുഞ്ഞുങ്ങൾ ഇന്ത്യയിലാണ് മരിക്കുന്നത്. പിന്നെ എന്തുവാ നരേന്ദ്രമോദി ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ മുദ്രാവാക്യം വെച്ചുകൊണ്ട് എന്ത് നിൽക്കുകയാണ്? അടുത്ത മുദ്രാവാക്യം സബ്കെ സാത്ത് സബ്കെ വികാസ്. നല്ല മുദ്രാവാക്യങ്ങളൊക്കെയാ പറയുന്നത്. സബ്കെ സാത്ത് സബ്കെ വികാസ്, എല്ലാവർക്കും ഒപ്പം എല്ലാവരുടെയും വികസനമാണ് ലക്ഷ്യമിടുന്നതെന്ന് പറയുന്ന പ്രധാനമന്ത്രി ഈ രാജ്യത്ത് എന്ത് വികസനം കൊണ്ടുവന്നിട്ടുള്ളത്? ഈ രാജ്യത്ത് സമാധാനത്തോടെ ജീവിക്കാൻ കഴിയുന്നുണ്ടോ? ഈ രാജ്യം എന്ന് പറഞ്ഞ ഇന്ത്യ എന്ന് പറഞ്ഞ മഹാരാജ്യം ലോകത്തിന്റെ നെറുകയിലാണ് നിൽക്കുന്നത്. ഈ രാജ്യത്തെ പോലെ ബഹുസ്വരതയുള്ള രാജ്യം വേറെയില്ല. ഏരിയ പ്രസിഡന്റ് ബി പത്മകുമാരി അധ്യക്ഷത വഹിച്ചു. എസ് ഇന്ദുലേഖ സ്വാഗതം പറഞ്ഞു. ജാഥ ക്യാപ്റ്റൻ വസന്ത രമേശ് സംസാരിച്ചു. തുടർന്ന് ഹൈസ്കൂൾ ജംഗ്ഷന് പടിഞ്ഞാറ് വശം ആദ്യ ദിവസത്തെ പര്യടനം സമാപിച്ചു. സമാപന സമ്മേളനം മഹിളാ അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റി അംഗം ഷാഹിദ കമാൽ ഉദ്ഘാടനം ചെയ്തു. ജിജി അധ്യക്ഷത വഹിച്ചു. സുപ്രഭ സ്വാഗതം പറഞ്ഞു. സി രാധാമണി, ആർ കെ ദീപ തുടങ്ങിയവർ പങ്കെടുത്തു. 21-ന് ജാഥ ആലപ്പാട് ഭദ്രൻമുക്കിൽ സമാപിക്കും. സമാപന സമ്മേളനം സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി സബിത ബീഗം ഉദ്ഘാടനം ചെയ്യും. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി. CPI പുനലൂർ മണ്ഡലം സമ്മേളനം 20-ന് ആരംഭിക്കും. 20-ന് കൊടിമര ബാനർ പതാക ജാഥകൾ നടക്കും. 21-ന് പ്രകടനവും പൊതുസമ്മേളനവും പുനലൂർ ശ്രീരാമപുരം മാർക്കറ്റിൽ നടക്കുമെന്ന് സംഘാടക സമിതി ഭാരവാഹികൾ അറിയിച്ചു. 23, 24 തീയതികൾ പ്രതിനിധി സമ്മേളനം നടക്കും. CPI പുനലൂർ മണ്ഡല സമ്മേളനം 20 മുതൽ 24 വരെ പുനലൂർ, കലയനാട് എന്നീ കേന്ദ്രങ്ങളിൽ നടക്കും. 20-ന് വൈകിട്ട് 5-ന് കൊടിമര ബാനർ പതാക ജാഥകൾ കലയനാട് മാർക്കറ്റ് മൈതാനിയിലും 21-ന് വൈകിട്ട് 5-ന് പുനലൂരിലെ 3 ലോക്കൽ കമ്മിറ്റികൾ കേന്ദ്രീകരിച്ചുള്ള പ്രകടനവും പൊതുസമ്മേളനവും നടക്കും. പുനലൂർ ശ്രീരാമപുരം മാർക്കറ്റ് ജംഗ്ഷനിൽ ചേരുന്ന പൊതുസമ്മേളനം മുൻ മന്ത്രിയും CPI സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗവുമായ മുല്ലക്കര രത്നാകരൻ ഉദ്ഘാടനം ചെയ്യും. സ്വാഗത സംഘം ചെയർമാൻ കെ രാധാകൃഷ്ണൻ അധ്യക്ഷനാകും. ജില്ലാ സെക്രട്ടറി PS സുബാൽ MLA മുഖ്യപ്രഭാഷണം നടത്തും. മുൻമന്ത്രി കെ രാജു, ജില്ലാ എക്സിക്യൂട്ടീവ് അംഗങ്ങളായ M സലീം, C അജയപ്രസാദ് തുടങ്ങിയവർ സംസാരിക്കും. മണ്ഡലം സെക്രട്ടറിയും സ്വാഗത സംഘം കൺവീനറുമായ VP ഉണ്ണികൃഷ്ണൻ സ്വാഗതവും അസിസ്റ്റന്റ് സെക്രട്ടറി അഡ്വക്കേറ്റ് F കാസ്ലസ് ജൂനിയർ നന്ദിയും പറയും. 23-ന് രാവിലെ 9:15-ന് പുനലൂർ സർവീസ് സഹകരണ ബാങ്കിന്റെ കലയനാട് ഹാളിൽ ചേരുന്ന പ്രതിനിധി സമ്മേളനം CPI ദേശീയ എക്സിക്യൂട്ടീവ് അംഗം അഡ്വക്കേറ്റ് K പ്രകാശ് ബാബു ഉദ്ഘാടനം ചെയ്യും. ഉച്ചയ്ക്ക് 12-ന് റിപ്പോർട്ട് അവതരണത്തിന് ശേഷം സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം KR ചന്ദ്രമോഹൻ, ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറിമാരായ അഡ്വക്കേറ്റ് സാം കെ ഡാനിയൽ, MS താര, സംസ്ഥാന കൌൺസിൽ അംഗങ്ങളായ അഡ്വക്കേറ്റ് S വേണുഗോപാൽ, അഡ്വക്കേറ്റ് R സജിലാൽ, K രാജു, ജില്ലാ എക്സിക്യൂട്ടീവ് അംഗങ്ങളായ M സലീം, C അജയപ്രസാദ്, KC ജോസ് തുടങ്ങിയവർ സംസാരിക്കും. 1-ന് റിപ്പോർട്ടിന്മേലുള്ള ഗ്രൂപ്പ് ചർച്ച നടക്കും. വൈകിട്ട് 3-ന് രാഷ്ട്രീയ റിപ്പോർട്ട് ചർച്ച നടക്കും. തുടർന്ന് പൊതുചർച്ചയും മറുപടിയും പ്രമേയങ്ങളും തെരഞ്ഞെടുപ്പും നടക്കുമെന്ന് സ്വാഗത സംഘം ചെയർമാൻ കെ രാധാകൃഷ്ണൻ, കൺവീനർ VP ഉണ്ണികൃഷ്ണൻ എന്നിവർ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, പുനലൂർ. ഡെങ്കിപ്പനി വ്യാപകമാകുന്നു. ജാഗ്രതാ നിർദ്ദേശവുമായി ആരോഗ്യവകുപ്പ്.
ഏരൂർ ഗ്രാമപഞ്ചായത്തിൽ 8ഉം അഞ്ചൽ ഗ്രാമപഞ്ചായത്തിൽ 3ഉം ഡെങ്കി കേസുകൾ റിപ്പോർട്ട് ചെയ്തു. പ്രതിരോധ പ്രവർത്തനങ്ങളുമായി ആരോഗ്യവകുപ്പും പഞ്ചായത്ത് അധികൃതരും സജീവമാണ്. കൊതുകിന്റെ ഉറവിടങ്ങൾ നശിപ്പിക്കാനുള്ള പ്രവർത്തനങ്ങൾ നടന്നുവരുന്നു. മഴക്കാലം ആരംഭിച്ചതോടെയാണ് പകർച്ചവ്യാധികൾ വ്യാപകമാകുന്നത്. ഏരൂർ ഗ്രാമപഞ്ചായത്തിൽ 8ഉം അഞ്ചൽ ഗ്രാമപഞ്ചായത്തിൽ 3 ഡെങ്കി കേസുകളും റിപ്പോർട്ട് ചെയ്തു. ഇതിനെ പ്രതിരോധിക്കാനായി അഞ്ചൽ ഗ്രാമപഞ്ചായത്തിന് ആരോഗ്യവകുപ്പ് ജാഗ്രതാ നിർദ്ദേശം നൽകി. വീടുകൾ തോറും കയറിയുള്ള പരിശോധനകളും ശക്തമാക്കി. ഏരൂരിലും അഞ്ചലിലെയും പരിസര പ്രദേശങ്ങളിൽ ഡെങ്കിപ്പനി വ്യാപകമാണ്. ഡെങ്കിപ്പനിയെ പ്രതിരോധിക്കാൻ ജനങ്ങൾ പൂർണ്ണമായും സഹകരിക്കണമെന്നും വീടും പരിസര പ്രദേശങ്ങളും ശുചിയായി സൂക്ഷിക്കണമെന്നും ആരോഗ്യവകുപ്പ് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കൊതുകിന്റെ വ്യാപനം തടയാനായി ഉറവിട നശീകരണം അത്യാവശ്യമാണെന്നും ഇതിനായി വീടിന്റെ പരിസര പ്രദേശങ്ങളിൽ വെള്ളം കെട്ടിനിൽക്കാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഒഴിവാക്കണമെന്നും ആരോഗ്യവകുപ്പ് അധികൃതർ അറിയിച്ചു. ഏരൂർ ഗ്രാമപഞ്ചായത്തിലും ഡെങ്കിപ്പനി പ്രതിരോധത്തിനാവശ്യമായ ജാഗ്രതാ സമിതികൾ പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. ചില പ്രദേശങ്ങളിൽ നമ്മൾ ഡെങ്കു റിപ്പോർട്ട് ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ പ്രത്യേക ടീം വർക്ക് കഴിഞ്ഞ ദിവസം നമ്മൾ ആരംഭിച്ചു. ഇന്ന് വിളക്കുപാറയിലും ആ ടീം വർക്ക് ഹെൽത്തുമായി ചേർന്നുകൊണ്ട് വളരെ ജാഗ്രതാ നിർദ്ദേശം നൽകിക്കൊണ്ടുള്ള ഒരു പ്രവർത്തനം നടന്നു വരികയാണ്. ഡെങ്കു ഈ വെള്ളക്കെട്ടുള്ള ഭാഗങ്ങൾ പൂർണ്ണമായി ഒഴിവാക്കുന്നതിന് വേണ്ടിയുള്ള നിർദ്ദേശങ്ങൾ നമ്മൾ ഇതിനോട് തന്നെ വാർഡ് കമ്മിറ്റി നൽകിയിട്ടുണ്ട്. എങ്കിലും ചില ശ്രദ്ധക്കുറവ് വരുന്ന പ്രദേശങ്ങളിൽ ആരോഗ്യവകുപ്പും പഞ്ചായത്തും ചേർന്നുകൊണ്ട് കൃത്യമായ ഒരു സന്ദർശനം നടത്തി വരികയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മൾ വീടുകളിൽ നിന്ന് തന്നെ ഇതിൻ്റെ പ്രവർത്തനങ്ങൾ തുടങ്ങണം. നമ്മുടെ വീടിൻ്റെ പരിസരം എല്ലാ ദിവസവും രാവിലെ നമ്മളൊരു 5 മിനിറ്റ് ഇതിനായിട്ടൊന്ന് സ്പെൻഡ് ചെയ്യുക. വീട് പരിസരം നോക്കുക. നമ്മൾ ഒരു ദിവസം മിസ്സായി പോയാൽ പോലും നമുക്ക് കൊതുക് വളരാം. കാരണം ഇപ്പോഴത്തെ മഴയുടെ ഒരു പ്രത്യേകത ഇടവിട്ട് പെയ്യുന്ന മഴകളാണ്. കണ്ടിന്യൂസ് ആയിട്ടുള്ള മഴകളില്ല, ഇടവിട്ടുള്ള മഴകളാണ് പെയ്യുന്നത്. അപ്പോൾ ഒരു ദിവസം മഴ പെയ്ത് കഴിഞ്ഞാൽ അടുത്ത ദിവസം മഴയില്ല, വെയിലാണ് ഉള്ളത്. അപ്പോൾ ഈ വീടിന് ചുറ്റും പൊട്ടിയ പാത്രങ്ങൾ കാണാം, ചിരട്ടകൾ കാണാം, ഈ ടയറിൻ്റെത് കാണാം, പിള്ളേരുടെ കളിപ്പാട്ടത്തിൻ്റെത് കാണാം. ഇതിലെല്ലാം രാവിലെ ഒന്ന് നോക്കുക, വെള്ളം എന്തെങ്കിലും ഉണ്ടോ എന്ന്. വെള്ളം ഉണ്ടെങ്കിൽ അതൊന്ന് കമഴ്ത്തിക്കളയും. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. BJP പുനലൂർ മുനിസിപ്പൽ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ നഗരസഭയിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. HMCയിലെ അനധികൃത നിയമനത്തിനും പുനലൂർ നഗരസഭയുടെ നിയന്ത്രണത്തിലുള്ള ശ്മശാനം പ്രവർത്തിപ്പിക്കണമെന്നും ആവശ്യപ്പെട്ടാണ് മാർച്ച് നടത്തിയത്. BJP പുനലൂർ നഗരസഭാ കമ്മിറ്റികളുടെ നേതൃത്വത്തിലാണ് പുനലൂർ നഗരസഭയിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തിയത്. HMCയിലെ അനധികൃത നിയമനത്തിനെതിരെയും പുനലൂർ നഗരസഭയുടെ നിയന്ത്രണത്തിലുള്ള ശ്മശാനം പ്രവർത്തിപ്പിക്കാൻ നടപടി ആവശ്യപ്പെട്ടുമായിരുന്നു മാർച്ച് സംഘടിപ്പിച്ചത്. പുനലൂർ TB ജംഗ്ഷനിൽ നിന്നും വൈദേഹി ജംഗ്ഷൻ വഴി പുനലൂർ നഗരസഭയിലേക്ക് നടത്തിയ മാർച്ച് BJP മണ്ഡലം പ്രസിഡന്റ് രഞ്ജിത്ത് പരവട്ടം ഉദ്ഘാടനം ചെയ്തു. പുനലൂർ നഗരസഭ അഴിമതിയുടെ കേന്ദ്രമായി മാറിയിരിക്കുകയാണെന്ന് രഞ്ജിത്ത് പരവട്ടം കുറ്റപ്പെടുത്തി. LDFിന്റെയും CPMന്റെയും അനുയായികൾക്ക് മാത്രമാണ് ഇവിടെ ഉദ്യോഗാർത്ഥികളായി ജോലി കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇവിടുത്തെ സാധാരണപ്പെട്ട ആളുകൾക്ക് ഒരു ജോലി കിട്ടണമെന്നുണ്ടെങ്കിൽ അവൻ പള്ളിയിലോ അമ്പലത്തിലോ അല്ലെങ്കിൽ നേർച്ചയിട്ടുകൊണ്ട് കാത്തിരിക്കേണ്ട ഒരവസ്ഥയാണ്. ഈ LDFിന്റെ കഴിഞ്ഞ കുറെ വർഷക്കാലമായി ഈ നഗരസഭ ഭരിച്ചുകൊണ്ടിരിക്കുന്ന LDF, ആ LDFിന്റെ നേതൃത്വത്തിൽ വളരെ വലിയ രീതിയിലുള്ള അഴിമതികളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അവസാനമായി നമുക്കറിയാം, ഒരു പുനലൂർ നഗരസഭയുടെ അധീനതയിലുള്ള ഒരു ശ്മശാനം, ആ ശ്മശാനം കഴിഞ്ഞ 5 വർഷക്കാലത്തിനിടയ്ക്ക് 10 പ്രാവശ്യമാണ് മെയിൻ്റനൻസ് എന്ന് പറഞ്ഞുകൊണ്ട് പൈസകൾ ലക്ഷങ്ങൾ മാറ്റിക്കൊണ്ട് വളരെ വലിയ രീതിയിലുള്ള അഴിമതി ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. BJP പുനലൂർ വെസ്റ്റ് ഏരിയ പ്രസിഡന്റ് അനീഷ് അഷ്ടമംഗലം അധ്യക്ഷത വഹിച്ചു. ഈസ്റ്റ് ഏരിയ പ്രസിഡന്റ് മഞ്ജു സുജിത്ത് സ്വാഗതം പറഞ്ഞു. പുനലൂർ മണ്ഡലം സെക്രട്ടറി മനോജ് കുമാർ അഷ്ടമംഗലം, യുവമോർച്ച മണ്ഡലം പ്രസിഡന്റ് സുബീഷ് സുരേന്ദ്രൻ, ഏരിയ ജനറൽ സെക്രട്ടറിമാരായ അജയ് പരവട്ടം, രതുൻ രവീന്ദ്രൻ എന്നിവർ പങ്കെടുത്തു. സാവിത്രി, പ്രിൻസ് പ്രസാദ്, വത്സല ദിനേശൻ, രാഹുൽ ഐക്കരക്കോണം, ബിജു ചമ്പകശ്ശേരി, മധു ശാസ്താങ്കോണം, വിജയനാഥ്, ശ്യാമ ഐക്കരക്കോണം, സരസ്വതി, മണിക്കുട്ടൻ, ഹരീഷ് താമരപ്പള്ളി, മനു ആഷിൻ, കവിരാജ്, ബിന്ദു, അഞ്ജലി, BMS ജില്ലാ സെക്രട്ടറി അനിൽ വാഴമൺ എന്നിവർ പ്രതിഷേധത്തിന് നേതൃത്വം നൽകി.
ന്യൂസ് ബ്യൂറോ, പുനലൂർ. വയോധികയെ ആക്രമിച്ച കേസിൽ യുവാവ് അറസ്റ്റിൽ. വണ്ടിച്ചോർ എന്ന് വിളിക്കുന്ന സുജിത്താണ് അഞ്ചൽ പോലീസിന്റെ പിടിയിലായത്. കഴിഞ്ഞ മാസം 13-നായിരുന്നു സംഭവം. വീട്ടിൽ അതിക്രമിച്ചു കയറിയ സുജിത്ത് വയോധികയെ ആക്രമിക്കുകയായിരുന്നു. ഇവരുടെ ചെറുമകൻ ഇടപെട്ടതിനെ തുടർന്ന് ഇറങ്ങിപ്പോയ സുജിത്ത് രാത്രിയോടുകൂടി തിരിച്ചെത്തി ഇവരുടെ വീടിന്റെ വാതിൽ പൊളിച്ച് അകത്തു കയറി വസ്ത്രങ്ങളും റേഷൻ കാർഡ്, ആധാർ തുടങ്ങിയ വിലവെടുപ്പുള്ള രേഖകളും അടക്കം വീടിന് മുന്നിലിട്ട് കത്തിച്ചു. വീട്ടിലെ കസേര അടക്കമുള്ള ഫർണിച്ചറുകളും വീടിന്റെ ജനാലകളും അടിച്ചു തകർത്തു. വയോധിക കേസ് നൽകിയതിനെ തുടർന്ന് ഇയാൾ ഒളിവിൽ പോയി. ഒളിവിലായിരുന്ന ഇയാളെ അഞ്ചൽ SI പ്രജീഷ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം ഇടയത്തു നിന്നും പിടികൂടുകയായിരുന്നു. ഇയാളെ റിമാൻഡ് ചെയ്തു. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. മൗണ്ട് താബോർ ഗേൾസ് സ്കൂളിന് വീണ്ടും വിജയത്തിളക്കം. കഴിഞ്ഞ വർഷത്തെ USS പരീക്ഷയിൽ 51 കുട്ടികൾ പരീക്ഷ എഴുതിയതിൽ 30 കുട്ടികൾക്ക് സ്കോളർഷിപ്പ് നേടാനായി. ഇവിടുത്തെ എല്ലാ ടീച്ചേഴ്സിനും അതുപോലെ വീട്ടിലെ അമ്മയ്ക്കും അച്ഛനും എല്ലാവർക്കും നന്ദിയുണ്ട്. കാരണം അവരെല്ലാം കൂടെ പരിശ്രമിച്ചിട്ടാണല്ലോ ഞങ്ങൾക്കിത് കിട്ടിയത്. ഈ വർഷം ഒരുപാട് ടീച്ചേഴ്സ് നമ്മളെ USSന് പ്രിപ്പയർ ചെയ്യാൻ ഒരുപാട് സഹായിച്ചു. പിന്നെ ടീച്ചർമാർക്കും പ്രിൻസിപ്പലിനും ബാക്കി എല്ലാ ടീച്ചർമാർക്കും എല്ലാവർക്കും ഒരുപാട് നന്ദി. മൗണ്ട് താബോർ ഗേൾസ് സ്കൂളിന് വീണ്ടും വിജയത്തിളക്കം. കഴിഞ്ഞ വർഷത്തെ USS പരീക്ഷയിൽ 51 പേരെയാണ് പരീക്ഷയ്ക്ക് ഇരുത്തിയത്. 30 പേർക്ക് സ്കോളർഷിപ്പ് ലഭിച്ചു. സ്കൂൾ അങ്കണത്തിൽ നടന്ന ചടങ്ങിൽ മൗണ്ട് താബോർ ദൈറ സെക്രട്ടറി ഫാദർ ഫിലിപ്പ് മാത്യൂസ് വിദ്യാർത്ഥികളെയും അധ്യാപകരെയും അനുമോദിച്ചു. മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് വളരെ വിജയകരമായ രീതിയിലാണ് ഈ വർഷത്തെ ആ ഒരു എക്സാമിനെ അഭിമുഖീകരിക്കുവാനായിട്ട് സാധ്യമായത്. മൗണ്ട് താബോർ സ്കൂൾ എന്ന് പറയുന്നത് പെൺകുട്ടികൾക്ക് വേണ്ടിയുള്ള മാത്രമായിട്ട് ഉള്ള ഒരു സ്കൂളാണ് മൗണ്ട് താബോർ സ്കൂൾ. അപ്പോൾ വളരെ വിജയകരമായിട്ട് അതിൻ്റെ ക്ലാസ്സുകൾ പൂർത്തീകരിക്കുവാനും അപ്പോൾ അതിൻ്റെ പിന്നിലൊക്കെ അധ്യാപകരുടെയും പ്രധാന അധ്യാപകരുടെയൊക്കെ വലിയ പ്രയത്നം അതിൻ്റെ പിന്നിലുണ്ട്. സ്കൂൾ പ്രഥമാധ്യാപകൻ സുനിൽ വർഗീസ്, PTA പ്രസിഡന്റ് സുനിൽ ഡാനിയൽ, അധ്യാപകർ, രക്ഷിതാക്കൾ തുടങ്ങിയവർ പങ്കെടുത്തു. ഇപ്പോൾ USSന്റെ റിസൾട്ട് വന്നതിന് ശേഷം നമ്മുടെ സ്കൂളിൽ 50 കുട്ടികൾ പരീക്ഷ എഴുതിയതിൽ 30 കുട്ടികൾ USS സ്കോളർഷിപ്പിന് അർഹരായി. ബഹുമാനപ്പെട്ട അച്ഛൻ സൂചിപ്പിച്ചതുപോലെ 1500 രൂപയുടെ സർക്കാർ സ്കോളർഷിപ്പ്, കൂടാതെ ഹയർ സെക്കൻഡറിക്കുള്ള ഗ്രേസ് മാർക്ക്. ഇതൊന്നുമല്ല, കുട്ടികൾ ആദ്യമായി എഴുതുന്ന പൊതുപരീക്ഷ, ഒരു എൻട്രൻസ് എക്സാം പോലെയുള്ള ഒരു പരീക്ഷ. നമ്മുടെ സ്കൂളിലെ അധ്യാപകർ ഒറ്റക്കെട്ടായി നിന്ന് ഈ പരീക്ഷയെ നേരിട്ടു. പ്രിൻസിപ്പൽ സാറിന് ഒരുപാട് നന്ദിയുണ്ട്. അതേപോലെ എല്ലാ ടീച്ചേഴ്സിനും PTA മെമ്പേഴ്സിനും എല്ലാവർക്കും ഒരുപാട് നന്ദി പറയുന്നത്. കാരണം എനിക്ക് ഇത് ഭയങ്കര ഒരു സന്തോഷമുള്ളൊരു കാര്യമാണ്. എനിക്ക് ടീച്ചറിനോടാണ് ഏറ്റവും കൂടുതൽ നന്ദി പറയാനുള്ളത്. പുനലൂർ ഉപജില്ലയിലെ ഏറ്റവും മികച്ച വിജയം നേടിയ കുട്ടികളെ പ്രത്യേകമായി ചടങ്ങിൽ അനുമോദിച്ചു. 75% മാർക്ക് വാങ്ങിയ ഗിഫ്റ്റഡ് ചൈൽഡ് ഏഞ്ചൽ ആൻഡ് ഡോൺസിയെ പ്രത്യേകം അനുമോദിച്ചു. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. ഏരൂർ ഗ്രാമപഞ്ചായത്തിൽ ലാപ്ടോപ്പുകൾ വിതരണം ചെയ്തു. 2024-25 സാമ്പത്തിക വർഷത്തെ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് ലാപ്ടോപ്പുകൾ വിതരണം ചെയ്തത്. 7,50,000 രൂപ വിനിയോഗിച്ച് 15 വിദ്യാർത്ഥികൾക്കാണ് ലാപ്ടോപ്പുകൾ നൽകിയത്. ഏരൂർ ഗ്രാമപഞ്ചായത്തിന്റെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് വിദ്യാർത്ഥികൾക്ക് ലാപ്ടോപ്പുകൾ വിതരണം ചെയ്തത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് G. അജിത്ത് ഉദ്ഘാടനം ചെയ്തു. പഠിക്കുന്നതിന് വേണ്ടിയുള്ള ഡിഗ്രി പഠിക്കുന്ന കുട്ടികൾക്കാണ് നമ്മളിത് നൽകുന്നത്. ഒരു ലാപ്ടോപ്പിൻ്റെ വില എന്താണെന്ന് നമുക്ക് മനസ്സിലാവും. ഒരു ലാപ്ടോപ്പ് അപ്പോൾ 15 ലാപ്ടോപ്പ് ആകുമ്പോൾ നമ്മുടെ ഒരു സാമ്പത്തിക വർഷം അത്ര വിദ്യാർത്ഥികളെ കണ്ടെത്തിയാണ് നമ്മൾ ആ കാര്യങ്ങൾ ചെയ്യുന്നത്. തീർച്ചയായിട്ടും ഈ ലാപ്ടോപ്പ് കൊണ്ട് അവർക്ക് ഏറ്റവും അവരുടെ ഉപരിപഠനം അടക്കം നന്നായി നടക്കുന്നതിന് വേണ്ടിയാണ് നമ്മളിത് നൽകുന്നത്. നമ്മുടെ വിദ്യാർത്ഥികളടക്കമുള്ള ആളുകൾ എത്തിയിട്ടുണ്ട്. തീർച്ചയായിട്ടും അവരുടെ ഭാവി സുരക്ഷിതമാക്കുന്നതിന് വേണ്ടി ഗ്രാമപഞ്ചായത്ത് തികച്ചും വ്യത്യസ്തമായി ഈ വർഷവും നമ്മൾ ഇത് വെച്ചിട്ടുണ്ട്. കഴിഞ്ഞ വർഷം വെച്ചു. നമ്മുടെ അജയസഭ പ്രസിഡൻ്റായ സമയം തുടക്കം മുതൽ ഇതിന് പ്രത്യേകം ഒരു പദ്ധതി കൃത്യമായി തയ്യാറാക്കി പലരും ഇപ്പോഴും നമ്മൾ ഈ ലാപ്ടോപ്പ് വാങ്ങിയിട്ടുള്ള കുട്ടികൾ നമ്മളെ വിളിക്കാറുണ്ട്. 7,50,000 രൂപ വിനിയോഗിച്ച 15 വിദ്യാർത്ഥികൾക്കാണ് ലാപ്ടോപ്പ് നൽകിയത്. ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രാജീവി അധ്യക്ഷത വഹിച്ചു. എല്ലാം മികവിൻ്റെ കേന്ദ്രങ്ങളാക്കി മാറ്റുന്നതിൻ്റെ ഭാഗമായി നമ്മുടെ ഏരൂർ ഗ്രാമപഞ്ചായത്തിലും നിരവധിയായിട്ടുള്ള പരിപാടികൾ നമ്മൾ ഏറ്റെടുത്തിട്ടുണ്ട്. നിലവിൽ ഏരൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ അധീനതയിലുള്ള LPS സ്കൂളുകളിൽ
ഏറ്റവും കുറഞ്ഞ 3 ക്ലാസ്സുകളെങ്കിലും സ്മാർട്ട് ക്ലാസ്സുകളാണ്. ഈ ലാപ്ടോപ്പ് വാങ്ങിക്കാനായിട്ട് വന്നിട്ടുള്ള കൂട്ടുകാരുമുണ്ട്, അവരുടെ രക്ഷിതാക്കളുമുണ്ട്. രക്ഷിതാക്കൾ പഠിക്കുന്ന സമയത്ത് ചുവന്നൊലിച്ച ഓലമേഞ്ഞ കെട്ടിടത്തിലിരുന്ന് പഠിച്ചിരുന്ന രക്ഷിതാക്കളാണ് ഇവിടെ ഇരിക്കുന്ന കൂടുതൽ ആളുകൾ. എന്നാൽ ഇപ്പം നമ്മുടെ പഞ്ചായത്തിലെ LP സ്കൂളുകളിൽ പഠിക്കുന്ന കുട്ടികൾ നമ്മളിപ്പോൾ ഈ ഇരിക്കുന്ന പോലെ AC ക്ലാസ്സിലാണ് ഇരുന്ന് പഠിക്കുന്നത്. 3 ക്ലാസ്സുകൾ 1, 2, 3 ക്ലാസ്സുകളിലുള്ള കുട്ടികൾ AC ക്ലാസ്സുകളിലിരുന്നാണ് പഠിക്കുന്നത്. നമ്മുടെ ഭരണസമിതി ഇറങ്ങുന്നതിന് മുമ്പ് മുഴുവൻ സ്കൂളുകളിലും മുഴുവൻ ക്ലാസ്സുകളിലും ഈ പദ്ധതി നടപ്പിലാക്കുക എന്നുള്ള ലക്ഷ്യത്തിലൂടെയാണ് നമ്മൾ പോകുന്നത്. വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഡോൺ വി രാജ് സ്വാഗതം പറഞ്ഞു. മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി എ ജയൻ, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഷൈൻ ബാബു, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ദിവ്യ ജയചന്ദ്രൻ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ സുമൻ ശ്രീനിവാസൻ, ചിന്നു വിനോദ, അഞ്ജു, പ്രസന്ന ഗണേഷ്, സുജിത അജി, വിഷ്ണു, ഫൗസിയ ഷംനാഥ, മഞ്ജുലേഖ, അഖിൽ, ഷീന, കൊച്ചുമ്മച്ചൻ, മഞ്ജു എന്നിവർ പങ്കെടുത്തു. അസിസ്റ്റന്റ് സെക്രട്ടറി അനിൽ കുഞ്ഞുമോൻ നന്ദി പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. പ്രധാന വാർത്തകൾ വീണ്ടും. ആലപ്പുഴ ജില്ലയിലെ നെല്ല് സംഭരണത്തിൽ സംസ്ഥാന സർക്കാരിന്റെ നേരിട്ടുള്ള ഇടപെടൽ. മന്ത്രി പി പ്രസാദ് നേരിട്ടെത്തി നെല്ല് സംഭരണത്തിന് തുടക്കമിട്ടു. ഓയിൽ പാം ഇന്ത്യ ലിമിറ്റഡ് മുഖേനയുള്ള നെല്ല് സംഭരണത്തിനും തുടക്കം കുറിച്ചു. നാട്ടുചികിത്സയുടെ മറവിൽ തട്ടിപ്പ്. സംഭവത്തിൽ വ്യാജ നാട്ടുവൈദ്യനെ തേടി പോലീസ്. കല്ലുംതാഴം സ്വദേശിയാണ് പരാതിയുമായി രംഗത്തെത്തിയത്. CPI പുനലൂർ മണ്ഡലം സമ്മേളനം 20-ന് തുടങ്ങും. 20-ന് കൊടിമര, ബാനർ, പതാക ജാഥകൾ നടക്കും. 23, 24 തീയതികൾ പ്രതിനിധി സമ്മേളനം. ജനാധിപത്യ മഹിളാ അസോസിയേഷൻ പ്രചാരണ ജാഥയ്ക്ക് തുടക്കം. ലഹരിക്കും സാമൂഹ്യ ജീർണതയ്ക്കും വർഗീയതയ്ക്കുമെതിരെയാണ് പ്രചാരണ ജാഥ. കരുനാഗപ്പള്ളി ഏരിയ കമ്മിറ്റിയാണ് ജാഥ നടത്തുന്നത്. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.